ബൈബിളിനകത്ത് 3127 വാഗ്ദത്തങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. കാലൊടിക്കുന്ന കാര്യങ്ങളല്ല പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ ഉയർച്ച, നമ്മുടെ വളർച്ച, കുഞ്ഞുങ്ങളുടെ ഭാവി, ആത്മീയ ജീവിതം, നിത്യത, ഇതിനെല്ലാം ചേർക്കപ്പെടുന്ന 3000-ലധികം വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ വാഗ്ദത്തങ്ങളെല്ലാം ഒരു വ്യക്തിയിലൂടെ പുതിയ നിയമസഭയ്ക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് യേശു കർത്താവ്. ഹല്ലേലൂയ. യേശുവിന്റെ പേര് തന്നെ വാഗ്ദത്ത സന്തതി എന്ന. വാഗ്ദത്ത സന്തതി. യഹോവ റാഫ, ഒരു മനുഷ്യനായി നിൽക്കുന്നവനാണ് യേശു കർത്താവ്. പഴയ നിയമത്തിൽ ദൈവം സ്ട്രീറ്റിൽ ഇറങ്ങി അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി നടന്ന് രോഗികളെ സൗഖ്യമാക്കിയിട്ടില്ല. മരിച്ച വീടുകൾ ചെന്നിട്ട് അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടില്ല. ചില ചെറിയ ഒരു സൗഖ്യങ്ങൾ നടന്നിട്ടുണ്ട്, ഉയർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഹല്ലേലൂയ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതാ യേശു കർത്താവ് ഹല്ലേലൂയ യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുക. ആ മരിച്ചു കിടന്ന കുഞ്ഞിനോട് ഹല്ലേലൂയ എഴുന്നേൽക്കാൻ പറയുന്നു. ആ കുഞ്ഞിന് ജീവൻ തിരികെ വരുന്നു. ഹല്ലേലൂയ. നയിനിലെ വിധവയുടെ മകനെ അവർ ഇതാ ഒരു കുഴിച്ചിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവന് അവിടെ നിന്ന് പിടിച്ചിറങ്ങുകയാണ്. മരിച്ചവൻ ജീവനെ പോലെ പുറത്തു വരികയാണ്. ഹല്ലേലൂയ. ഇതാ ലാസറിന്റെ വീട്ടിലേക്ക് യേശു കർത്താവ് ചെല്ലുകയാണ്. അവന്റെ ആ കല്ലറയ്ക്ക് ചെന്നിട്ട് പറയുകയാണ്, ലാസറെ പുറത്തു വാ. ഒരു മരണത്തിന്റെ ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ ജീവന്റെ ദൈവമാ, ജീവിപ്പിക്കുന്ന ദൈവമാ. അവന്റെ വചനം തന്നെ ഹല്ലേലൂയ ജീവനും ചൈതന്യമുള്ളതാ. ഇന്ന് ചില കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മേല് ഞാൻ പറയുന്നു ഹല്ലേലൂയ, ഒരു കാലഘട്ടത്തിൽ ക്ഷീണിച്ചു പോയെങ്കിൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഹല്ലേലൂയ ഒരു പുതു ചൈതന്യം നിങ്ങളുടെ മേൽ തന്ന് വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി ദൈവം വീണ്ടും നിങ്ങളെ ശക്തീകരിക്കും.